കുറച്ചു ദിവസങ്ങളായി ഹരിതയുടെ വിഷയം ചർച്ച ചെയ്യുന്ന എല്ലാ ചർച്ചകളിലും അദ്ദേഹം ഒരു സ്ഥിര പ്രാതിനിധ്യമായി കാണുന്നുണ്ട്. ഹരിതയുടെ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ പെൺകുട്ടികൾക്ക് നീതി കിട്ടിയോ ഇല്ലയോ എന്നുള്ള ചർച്ചയ്ക്ക് ഉത്തരം പറയാനുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള അവകാശം എ റഹീമിന് ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ റീസെന്റ് ആയിക്കൊണ്ടുണ്ടായിട്ടുള്ള ഒരു വിഷയം ഉണ്ടല്ലോ, നമ്മുടെ മന്ത്രി AK ശശീന്ദ്രന്റെ ഒരു പ്രസ്താവന. അതൊന്നും എനിക്കറിയാൻ മേല. പിന്നെ താൻ എന്താണ് വലിയ വർത്തമാനം പറഞ്ഞത്? അതിനു മുൻപ് വിജയരാഘവന്റെ നിരന്തരമായ പ്രസ്താവനകൾ. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. ഇത്തരത്തിലുള്ള തികച്ചു സ്ത്രീവിരുദ്ധമായ ആളുകളെ പൂതന എന്ന് വിളിക്കുന്ന, നിന്റെ കയ്യിലിരിപ്പതായിരുന്നു, ലൈംഗികമായി അധിക്ഷേപിക്കുന്ന പ്രസ്താവനകൾ. എന്താ മോളെ നിന്റെ ഈ വാക്കുകൾക്ക് മുമ്പ് ഞാൻ പറയാം? എന്താ ഞാൻ പറയും മോളോട്? തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. ലൈംഗികമായി അധിക്ഷേപിക്കുന്ന പ്രസ്താവനകൾ അഡ്രസ് ചെയ്യുകയും തിരുത്തപ്പെടേണ്ടതുമാണ്. എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാണ്ടാക്കരുത്. ആ നേതാക്കന്മാരെ തിരുത്തിയിട്ട് നിങ്ങൾ വരൂ. മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാടുകളെ കുറിച്ച് നമുക്ക് വിമർശിക്കാം. മുതലും പലിശ ചേർത്ത് കിട്ടി. ആ നേതാക്കന്മാരെ തിരുത്തിയിട്ട് നിങ്ങൾ വരൂ. മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാടുകളെ കുറിച്ച് നമുക്ക് വിമർശിക്കാം. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. ഗുഡ്. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം.